പ്രധാനമന്ത്രി പങ്കെടുത്ത പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസിനെയും സിപിഎമ്മിനെയും രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേക്കേറിയ പത്മജ വേണുഗോപാൽ. ലീഡർ കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ടെന്ന് പത്മജ പറഞ്ഞു. ലീഡറുടെ മകളായതുകൊണ്ടാണ് തന്നെ രണ്ടാം നിരയിൽ ഒരു കസേരയിട്ട് മൂലക്കിരുത്തിയത്. സ്ത്രീകളെ അപമാനിക്കുക, വേദനിപ്പിക്കുക, ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ രീതി. സഹോദരൻ കെ മുരളീധരന് വൈകാതെ ഇത് മനസ്സിലാകും. എല്ലാം വൈകി ചിന്തിക്കുന്നയാളാണ് സഹോദരൻ. അദ്ദേഹത്തിനു വേണ്ടി പരവതാനി വിരിച്ചിട്ടാണ് താൻ ബിജെപിയിലേക്ക് വന്നതെന്നും പത്മജ പറഞ്ഞു. രാഷ്ട്രീയം മതിയാക്കാൻ ആഗ്രഹിച്ചിരുന്നു. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ട് ആകൃഷ്ടയായാണ് ബിജെപിയിൽ ചേർന്നത്. തന്റെ കുടുംബം ഭാരതമാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ബിജെപിയിൽ അംഗമാകാൻ തീരുമാനിച്ചു. മോദി സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനവും വികസന പ്രവർത്തനങ്ങളും ആരെയും ആകർഷിക്കുന്നതാണെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസിനും സിപിഎമ്മിനും നല്ല നേതാക്കളില്ല. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ AICC ആസ്ഥാനം അടച്ചുപൂട്ടേണ്ടി വരും. ചവിട്ടും കുത്തും അപമാനവും സഹിച്ചാണ് കോൺഗ്രസിൽ നിന്നത്. 55-60 വയസ്സ് കഴിഞ്ഞവരാണ് യൂത്ത് കോൺഗ്രസ് യോഗത്തിന് പോകുന്നത്. ഇത്തവണ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും NDA നേട്ടം കൊയ്യും. BJPയിൽ സാധാരണ പ്രവർത്തകയായി പ്രവർത്തിക്കാനാണ് താൽപ്പര്യമെന്നും പത്മജ പറഞ്ഞു. കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്ന് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഒരു തവണ കോൺഗ്രസ്, ഒരു തവണ LDF എന്ന ചക്രം പൊളിക്കണം. ഇത്തവണ 400-ലധികം സീറ്റുകൾ NDA നേടും. കേരളത്തിൽ നിന്നുള്ള BJP MPമാരുടെ എണ്ണം 2 അക്കം കടക്കണമെന്ന് മോദി വോട്ടർമാരോട് ആവശ്യപ്പെട്ടു. കേരളത്തിലെ ജനങ്ങൾക്ക് യുവത്വത്തിന്റെ ഊർജം നൽകാൻ ആഗ്രഹിക്കുകയാണെന്നും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി യുവത്വത്തിന്റെ പ്രതീകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് പുറമെ മറ്റു മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളായ കേന്ദ്രമന്ത്രി V മുരളീധരൻ, ശോഭ സുരേന്ദ്രൻ, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവദേക്കർ എന്നീ നേതാക്കളും വേദിയിലുണ്ടായിരുന്നു. കേരളത്തിൽ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും പേരുകേട്ട സർക്കാരുകളാണ് മാറി മാറി വരുന്നത്. അത് കേരളത്തിന് എന്തുമാത്രം നഷ്ടമാണ് വരുത്തിവെക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാമെന്നും മോദി പറഞ്ഞു.